KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയെല്ലാം IPM IAS അക്കാഡമിയും നിങ്ങളുടെ കൂടെയുണ്ട്. സോ സിലബസ് ബേസ് ചെയ്തുള്ള ഓരോ ക്ലാസ്സുകൾ നമുക്ക് IPM IAS അക്കാഡമി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയതുകൊണ്ട് തന്നെ കേരള നോളജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തെ പറ്റിയുള്ള ഒരു അറിവ്, കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, കേരള പോളിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ജോഗ്രഫി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ജോഗ്രഫിയുടെ കുറച്ച് ബേസിക് ഫാക്ട്സും അതുപോലെ തന്നെ ഫിസിയോഗ്രഫിയുമാണ്. അപ്പോൾ നമ്മൾ KSന്റെ സിലബസ് നോക്കുമ്പോൾ കേരള ജോഗ്രഫിയിൽ കേരള ഫിസിയോഗ്രഫി, അതുപോലെ കേരള ക്ലൈമറ്റ്, കേരള സോയിൽ, കേരള റിവേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അതിന്റെ ഒരു ഫസ്റ്റ് സെഷനായിട്ട് നമുക്ക് ഇന്ന് കേരള ജോഗ്രഫിയുടെ ഫിസിയോഗ്രഫി, അതിന് മുന്നേ ആയി കുറച്ച് ബേസിക് ഫാക്ട്സും ഒക്കെ നോക്കാം. ആദ്യമായി ജോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ജോഗ്രഫിയിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സാങ്കല്പിക രേഖകളാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും, അല്ലെങ്കിൽ അക്ഷാംശവും രേഖാംശവും. ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, നമ്മളൊരു ഗ്ലോബിന്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഗ്ലോബും മാപ്പും ഒക്കെയാണ് നമ്മൾ ജോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇമാജിനറി രേഖ, കാരണം നമുക്ക് ഇവയെ ഭൂമിയിൽ കാണാൻ സാധിക്കത്തില്ല. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്ന് പറയുന്നത് സാങ്കല്പികമാണ്. അതിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് സ്ഥലങ്ങളുടെ ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ്. ഓക്കെ, so latitudes are those lines which helps to find distance between two places. രണ്ട് സ്ഥലങ്ങളുടെ ദൂരം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രേഖകളാണ് ഈ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇനി ഭൂമിയിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവാൻ സഹായിക്കുന്ന ഒരു അക്ഷാംശം ഭൂമധ്യ രേഖയാണ്, ഇക്വേറ്റർ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ നമുക്കെല്ലാം അറിയാം അല്ലെ, സെൻട്രലിലൂടെ പോകുന്ന, ഭൂമിയുടെ ഇപ്പൊ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ അതിന്റെ സെന്ററിൽ കാണുന്ന ആ ഒരു രേഖയാണ്, ഒരു ലൈനാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്ന് തന്നെ പറയാം. കാരണം ദേ ആർ നോൺ ആസ് സർക്കിൾസ്. ലാറ്റിറ്റ്യൂഡുകൾ സർക്കിൾസ് ആണ്. ഒരു ഗ്രേറ്റ് സർക്കിൾ എന്ന് വിളിക്കുന്നതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിന്റെ മുകളിലുള്ളതും താഴെയുള്ളതും അങ്ങനെ ആയിട്ട് രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് നമുക്ക് എർത്തിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നോർത്തിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തിലുള്ളത് സദേൺ ഹെമിസ്ഫിയർ. ഇത് പറയാൻ കാര്യം, നമ്മളിവിടെ കേരള ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് ആയിട്ട്, സദേൺ ടിപ്പിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ വേൾഡിൽ അല്ലെങ്കിൽ ഗ്ലോബില് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ലാറ്റിറ്റ്യൂഡുകളും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് N അല്ലെങ്കിൽ നോർത്ത് ഡിറക്ഷനിലാണ്. വൈ? ബിക്കോസ് ഇന്ത്യ ലൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ അക്ഷാംശ രേഖകളും ലാറ്റിറ്റ്യൂഡുകളും ഏത് ലെറ്ററിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? N-ലായിരിക്കും അല്ലെങ്കിൽ നോർത്തിലായിരിക്കും. സോ ആസ് കേരളത്തിലൂടെ കടന്നു പോകുന്നതും എല്ലാ അക്ഷാംശ രേഖകളും N-ലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, അതായത് നോർത്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ലോഞ്ചിറ്റ്യൂഡ്, രേഖാംശ രേഖകൾ ഗ്ലോബില് വെർട്ടിക്കലായിട്ട് പോകുന്ന രേഖകളാണ്, അല്ലെങ്കിൽ ലംബമായി കടന്നു പോകുന്ന രേഖകളെയാണ് രേഖാംശങ്ങൾ എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് ഒരു ജനറലായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ടൈം, ഭൂമിയുടെ പൊതുവായ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് ഗ്രീൻവിച്ച് മീഡിയൻ ടൈം എന്ന് പറയുന്നത്. ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് GMT. ഇംഗ്ലണ്ടിലെ ലണ്ടനിലൂടെ കടന്നു പോകുന്ന രേഖയാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. ഗ്രീനിച്ച് മെറിഡിയന്റെ ഈസ്റ്റും വെസ്റ്റും ഉണ്ട്, അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഈസ്റ്റിലാണ് ആരുടെ സ്ഥാനം? വീണ്ടും ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീനിച്ച് രേഖയുടെ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കാണ് ഇന്ത്യയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ലോഞ്ചിറ്റ്യൂഡുകളും ഏത് ഡിറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ഏത് ലെറ്ററിലായിരിക്കും നമ്മൾ സൂചിപ്പിക്കുന്നത്? E-ലാണ്, ഈസ്റ്റിലാണ്. ഇനിയും അതുപോലെ അപ്പൊ കേരളത്തിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡുകളും എല്ലാം ഈസ്റ്റിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡുകൾ സമയം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രേഖകളാണ്. ലാറ്റിറ്റ്യൂഡുകൾ രണ്ട് സ്ഥലങ്ങളുടെ ദൂരം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രേഖകളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ലാറ്റിറ്റ്യൂഡുകളും നോർത്ത് അല്ലെങ്കിൽ N-ൽ ഡിനോട്ട് ചെയ്യുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ലോഞ്ചിറ്റ്യൂഡുകളും E അല്ലെങ്കിൽ ഈസ്റ്റിൽ ഡിനോട്ട് ചെയ്യുന്നു.
ഇനി നമുക്ക് കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം ഏതെല്ലാം അക്ഷാംശ രേഖാംശ രേഖകൾക്ക് ഇടയിലാണെന്ന് നോക്കാം. ആദ്യം ലാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ കേരളത്തിന്റെ സ്ഥാനം 8 ഡിഗ്രി 18 മിനിറ്റ് 8 ഡിഗ്രി 18 മിനിറ്റ്, അതായത് ഈ ഒരു പാർട്ടിലോട്ട് വരും. നമുക്ക് വരച്ച് കാണിക്കാം. അതായത് നമ്മുടെ സദേൺ ടിപ്പ്, തിരുവനന്തപുരം ഒക്കെ വരുന്ന ഈ ഒരു സദേൺ ടിപ്പില് അവിടുത്തെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 18 മിനിറ്റ് നോർത്ത്. എന്തുകൊണ്ട് നോർത്ത് എന്ന് പറഞ്ഞു? കാരണം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ലാറ്റിറ്റ്യൂഡുകളും നോർത്താണ്. വൈ? ബിക്കോസ് ഇന്ത്യ ലൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അതുപോലെ തന്നെ അപ്പോൾ ഏറ്റവും മുകളിലത്തെ കേരളത്തിന്റെ ഏറ്റവും നോർത്ത് ടിപ്പിലെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 12 ഡിഗ്രി 47 മിനിറ്റ് ആണ്. ഓക്കെ, 12 ഡിഗ്രി 47 മിനിറ്റ് നോർത്ത്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 18 മിനിറ്റ് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് നോർത്ത് വരെയാണ്. അപ്പോൾ കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് തിരിഞ്ഞു പോകാം. കാരണം എക്സാംസിന് ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൽ വേറെ നമ്പേഴ്സ് ഇട്ടിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു മടിയും വിചാരിക്കരുത്, കൃത്യമായി പഠിച്ചിരിക്കണം. 8 ഡിഗ്രി 18 മിനിറ്റ്സ് ടു 12 ഡിഗ്രി 47 മിനിറ്റ്സ് നോർത്ത്, അത് കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡ്. ആൻഡ് കമ്മിങ് ടു ലോഞ്ചിറ്റ്യൂഡ് 74 ഡിഗ്രി 52 മിനിറ്റ് മുതൽ 77 ഡിഗ്രി 24 മിനിറ്റ് ഈസ്റ്റ്. അത് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് 74 വരും, 74 ഡിഗ്രി 52 മിനിറ്റ് ഈസ്റ്റ് മുതൽ ഈ ഒരു പാർട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു എൻഡ് എന്ന് പറയുന്നത് 77 ഡിഗ്രി 24 മിനിറ്റ് ഈസ്റ്റ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ കമ്മിങ് ടു ഏരിയ. അപ്പോൾ ലൊക്കേഷനിൽ ഒരു ആസ്പെക്ട് ക്ലിയർ ആയി കാണും. ആൻഡ് കമ്മിങ് ടു ഏരിയ, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 21ാമത് വലിയ സംസ്ഥാനമാണ്. 21st ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. വി ഹാവ് 28 സ്റ്റേറ്റ്സ്, റൈറ്റ്? ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളുള്ളത് 21ാം സ്ഥാനമാണ്. അതിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തൃതി എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ദെൻ ഏരിയ, വിസ്തൃതി. കേരളത്തിന്റെ വിസ്തൃതി പറയുമ്പോൾ കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കമ്മിങ് ടു ഏരിയ, the area of Kerala is 38,863 square kilometer, and Kerala occupies 1.18% of India's area. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിസ്തൃതിയിൽ 1.18% കേരളത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ കേരളം 21ാമത്തെ വലിയ സംസ്ഥാനമായിട്ടാണ് പറയുന്നത്. 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയില് 21st ആണ് കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. ആൻഡ് കേരള ഓക്യുപ്പൈസ് 1.18% ഓഫ് ഇന്ത്യാസ് ഏരിയ. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിസ്തൃതിയിൽ 1.18% ആണ് കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ബൗണ്ടറീസ്, ഇപ്പൊ നമ്മൾ ജോഗ്രഫിയിൽ എപ്പോഴും നമുക്ക് ഒരു അതിന്റെ സ്ഥാനം പറയുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെയും അല്ലെങ്കിൽ അവിടെ ഉള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയും കൂടി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കേരളത്തിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഈ ഭാഗങ്ങളിലെല്ലാം ആരാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയണം. നമുക്ക് ആദ്യം നോർത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നോർത്തില് ഇവിടെ കാണാൻ സാധിക്കും, ഇത് കർണാടക സ്റ്റേറ്റ് ആണ്. ഇത് കർണാടക സ്റ്റേറ്റ് ആണ്. അപ്പോൾ കേരളത്തിന്റെ നോർത്തും ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആയിട്ടും വരും. അപ്പൊ നോർത്ത് ഈസ്റ്റില് ഏത് സ്റ്റേറ്റ് ആണ്? ഇറ്റ്സ് കർണാടക. കർണാടക സ്റ്റേറ്റ് ആണ് നോർത്തിലും നോർത്ത് ഈസ്റ്റിലുമായിട്ട് വരുന്നത്. ഇനി
സൗത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ആരാ ഉള്ളത്? തമിഴ്നാടുമാണ്. കേരളത്തിന്റെ സൗത്ത് തെക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ തെക്കായിട്ട് തിരുവനന്തപുരം ജില്ല വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ് വരുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരി ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്. അപ്പൊ തെക്ക് കന്യാകുമാരി എന്നും പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ ആരാണ്? തമിഴ്നാടുമാണ്. ഈസ്റ്റിലും അതുപോലെ തന്നെ സൗത്ത് ഈ ഒരു പാർട്ടിലും തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സൗത്തിലും ഈസ്റ്റിലും ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? തമിഴ്നാടുമാണ് സ്റ്റേറ്റ്. ഇനി കുറച്ചുകൂടി ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ വി ഹാവ് വെസ്റ്റേൺ ഗട്ട്സ് ബോർഡറിംഗ് ദ ഈസ്റ്റേൺ പാർട്ട്. കേരളത്തിന്റെ കിഴക്കുള്ള ഭൂപ്രദേശം ഏത്, അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ മലനാടെന്നോ അല്ലെങ്കിൽ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ്, സഹ്യാദ്രീസ്, അങ്ങനെ പല പേരുകളിലും പറയുന്നുണ്ട്. ആ മലനിരകളാണ് കേരളത്തിന്റെ കിഴക്ക് കാണപ്പെടുന്നത്. ഭൂപ്രകൃതി വിഭാഗമായി ചോദിക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം എന്നോ അല്ലെങ്കിൽ സഹ്യാദ്രീസ് എന്നോ ഈവൻ മലനാട് എന്നോ ഒക്കെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അതായിരിക്കും ആ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുന്നതെങ്കിൽ. ഇനി സ്റ്റേറ്റ് ആണെങ്കിൽ ഈസ്റ്റില് തമിഴ്നാടുമാണ്, അതുപോലെ സൗത്തിലും തമിഴ്നാടുമാണ്. ഇനി നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ആരാണ്? കർണാടക സ്റ്റേറ്റ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു ഈസ്റ്റും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സൗത്തില് ബോണ്ടിങ് എങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇയർ മാപ്പിൽ കാണാൻ സാധിക്കും അല്ലെ, ബ്ലൂ കളർ പാർട്ടാണ്. മാപ്പിൽ ബ്ലൂ കളർ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? വാട്ടർ ബോഡിയെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ കേരളത്തിന്റെ വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോഡിയാണ്, അതൊരു സീ ആണ്, അറേബ്യൻ സീ ആണ്. വി ഹാവ് അറേബ്യൻ സീ ബോണ്ടിങ് ദ വെസ്റ്റേൺ പാർട്ട്. അപ്പൊ കേരളത്തിന്റെ പടിഞ്ഞാറ് ആരാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഏത് ഭൂപ്രകൃതി വിഭാഗമാണ്? കടലാണ്, അറബിക്കടലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആരെല്ലാമാണെന്ന് മനസ്സിലായി. ഒന്നുകൂടിയും പറയാം. വി ഹാവ് കർണാടക ഇൻ ദി നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ്. നമുക്ക് നോർത്തിലും നോർത്ത് ഈസ്റ്റിലും കർണാടക സ്റ്റേറ്റ് വരുന്നുണ്ട്. ഇനി സൗത്തിലും ഈസ്റ്റിലായിട്ട് ആര് വരുന്നുണ്ട്? ഏത് സ്റ്റേറ്റ് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ തമിഴ്നാട് എന്ന് പറയാം. ഇനി മൊത്തത്തിൽ ഈസ്റ്റേൺ ഡിറക്ഷനിൽ ഏത് ജോഗ്രഫിക്കൽ ഫീച്ചർ ആണെന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗോ ഫോർ വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം ആണ് കേരളത്തിന്റെ കിഴക്ക് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്. സംസ്ഥാനം പറയുകയാണെങ്കിൽ കിഴക്കാരുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്. ഇനി പടിഞ്ഞാറ് വെസ്റ്റ് ആരുണ്ട്? അറേബ്യൻ സീ ഉണ്ട്, അറബിക്കടലുണ്ട്. സോ ഇതാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ആദ്യത്തെ ഒരു പാർട്ട്, അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷനും അതുപോലെ തന്നെ ബൗണ്ടറീസും പറയുമ്പോൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഏരിയ ആൻഡ് ബൗണ്ടറീസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ബൗണ്ടറീസ് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു പട്ടണം 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ്. സോ സുൽത്താൻ ബത്തേരിയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണത്തിന് കർണാടകയുമായും തമിഴ്നാടുമായും എന്തുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി ഒരു പൊതുവായി നമുക്ക് അല്ലാതെ പറയുകയാണെങ്കിൽ ഒരു ട്രൈ ജംഗ്ഷൻ ആയിട്ട് പറയാം. 3 സംസ്ഥാനങ്ങളിലായി ഇവയ്ക്ക്, അതായത് കേരളത്തിലുണ്ട് അല്ലെ, കേരളം, തമിഴ്നാട്, കർണാടക ഇവയുമായി ബന്ധമുള്ള ഒരു പട്ടണമാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. അപ്പോൾ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ ഒരു പട്ടണമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ ട്രൈ ജംഗ്ഷൻ. കേരളം, കർണാടക, തമിഴ്നാടുമായി ബന്ധമുള്ള പട്ടണമാണ് സുൽത്താൻ ബത്തേരി. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കും, ഒരു GK ആണ്. ഇനി നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ, അറബിക്കടലാണ് പടിഞ്ഞാറ്, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിനെ ബോർഡർ ചെയ്ത് കിടക്കുന്ന പടിഞ്ഞാറുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ അറിഞ്ഞിരിക്കുക, തീരപ്രദേശത്തിന്റെ ദൂരം അറിഞ്ഞിരിക്കുക എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി ഹാവ് അബൌട്ട് 590 കിലോമീറ്റർ ഓഫ് കോസ്റ്റ് ലൈൻ. കേരളത്തിന്റെ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള കോസ്റ്റ് ലൈൻ ആണ് പറയുന്നത്, അല്ലാതെ നോർത്ത് സൗത്ത് ലെങ്ത് അല്ല. നോർത്ത് സൗത്ത് ലെങ്ത് 560 കിലോമീറ്റർ ആണ് കേട്ടോ, തിരിഞ്ഞു പോകരുത്. കേരളത്തിന്റെ തീരപ്രദേശ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 590 ആണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിലൊക്കെ 590 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ PSCയിലെ ചോദ്യങ്ങളിൽ മുൻവർഷങ്ങളിൽ കണ്ടിട്ടുള്ളത് 580 കിലോമീറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 580 കിലോമീറ്റർ ഇല്ല ഓപ്ഷനിലെങ്കിൽ 590 ഉണ്ടായിരിക്കും. അപ്പോൾ 590 580 നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, എനിവേ
അത് എന്താണ് 580 ഓർ 590, അതാണ് കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ അല്ലെങ്കിൽ തീരപ്രദേശ ദൂരം എന്ന് പറയുന്നത്. ഇനി വീതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, അതായത് ഒരു യൂണിഫോമിലല്ല നോർത്ത് ടു സൗത്തിലുള്ള അതിന്റെ ഒരു വിത്ത് എന്ന് പറയുന്നത്. ഈ എസ്പെഷ്യലി നോർത്തേൺ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ വളരെ വീതി കുറഞ്ഞും, ഇനി സെൻട്രൽ പാർട്ടിലോട്ടൊക്കെ വരുമ്പോൾ വീതി കൂടിയും ഇരിക്കുന്നു. വീണ്ടും സൗത്തിലോട്ട് വരുമ്പോൾ അത് ടാപ്പേർഡ് ആണ്, കുറച്ചുകൂടി വീതി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വീതി ഈ ഒരു വേരി ചെയ്യുന്നുണ്ട്. പറയുകയാണെങ്കിൽ 35 മുതൽ 120 കിലോമീറ്റർ വരെയാണ് അതിന്റെ ഒരു വിത്ത് വേരി ചെയ്യുന്നത്. വീതി മാറുന്നത് 35 മുതൽ 120 കിലോമീറ്റർ വരെയാണ്. ആവറേജ് വിത്തായിട്ട് നമുക്കൊരു 60 പറയാനും സാധിക്കും. ഇപ്പൊ കേരളത്തിന്റെ ശരാശരി വീതി എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 60 കിലോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ 35 മുതൽ 120 കിലോമീറ്റർ വരെ വീതി മാറുന്നതായിട്ടും പറയാം. ഇനി ഏറ്റവും കുറവ് നോർത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാസർഗോഡ് ജില്ല വരുന്ന ഭാഗത്താണ് വളരെ വീതി കുറവ്, അവിടെ ഏകദേശം 11 കിലോമീറ്റർ വരെ വീതി കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു എന്താണ് വേരി ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫി കേരളത്തിന്റെ മൊത്തത്തിൽ ആ സ്റ്റേറ്റിന്റെ നമുക്ക് ഔട്ട്ലൈനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ശരാശരി വീതി 60 കിലോമീറ്റർ ആണ്. 35 മുതൽ 120 കിലോമീറ്റർ വരെ വീതി മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി തീരപ്രദേശത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എത്ര ജില്ലകളിലാണ് തീരപ്രദേശം ഉള്ളത് എന്ന് അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. 14 ജില്ലകളുള്ള കേരളത്തിൽ 9 ജില്ലകളിൽ തീരപ്രദേശമുണ്ട്. 14 ജില്ലകളുള്ള കേരളത്തിൽ 9 ജില്ലകളിൽ 9 ഔട്ട് ഓഫ് 14 ഡിസ്ട്രിക്ട്സ് ഹാവ് കോസ്റ്റ് ലൈൻ. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഏതെല്ലാം ജില്ലകളിലാണ് തീരപ്രദേശം ഇല്ല എന്നതാണ്. അപ്പോൾ 5 ജില്ലകളിൽ തീരപ്രദേശം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെല്ലാമാണെന്ന് അറിയണം, കാരണം ഓപ്ഷനിൽ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തീരപ്രദേശം ഇല്ലാത്ത ജില്ല ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ 5 ജില്ലകൾ ഏതെല്ലാമാണ്? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട് ആൻഡ് വയനാട്. ഈ 5 ജില്ലകളിലാണ് എന്തില്ലാത്തത്? തീരപ്രദേശം ഇല്ലാത്തത്. അപ്പോൾ കേരളത്തിൽ തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. ബാക്കി 9 ജില്ലകൾക്കും എന്തുണ്ട്? തീരപ്രദേശമുണ്ട്. ഇനി ആ 9 ജില്ലകളിൽ ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശം ഉള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ണൂരാണ്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല. ഒട്ടും പുറകിലല്ല, ഏകദേശം അതേ ഡിസ്റ്റൻസ് തന്നെ വരുന്നുണ്ട്. പക്ഷെ 2ാം സ്ഥാനമായി പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. അപ്പോൾ തീരപ്രദേശം ഉള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതലുള്ള 9 ജില്ലകളിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്, ഫോളോഡ് ബൈ ആലപ്പുഴ, then ട്രിവാൻഡ്രം ആൻഡ് ഫൈനലി കോഴിക്കോട്. അപ്പോൾ കണ്ണൂർ, ആലപ്പുഴ, തിരുവനന്തപുരം, കോഴിക്കോട്, ഇങ്ങനെയാണ് ഒരു കോസ്റ്റ് ലൈനിന്റെ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂര്, പിന്നെ ആലപ്പുഴ, പിന്നെ തിരുവനന്തപുരം, പിന്നെ കോഴിക്കോട്. ഇനി കൂടുതലുള്ളത് അറിഞ്ഞല്ലോ, അപ്പോൾ കുറവുള്ളതും അറിഞ്ഞിരിക്കണം. ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലമാണ്. ഓക്കെ, 9 ജില്ലകളിൽ തീരപ്രദേശമുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ, ഏറ്റവും കുറവുള്ളത് കൊല്ലം. ക്ലിയർ ആണല്ലോ? ഇനി ഈ കൂടുതലുള്ള ജില്ലകളിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് താലൂക്കിനാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശം ഉള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിനാണ്. അപ്പോൾ വിച്ച് താലൂക്ക് ഹാസ് മോർ കോസ്റ്റ് ലൈൻ എന്ന് കുറച്ചുകൂടി ഒരു റീജണലൈസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ചേർത്തലയാണ്. ചേർത്തല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത്. ചേർത്തല ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ്. ഇനി ലാർജസ്റ്റ് ബീച്ച്, കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലുള്ള മുഴപ്പിലങ്ങാടി ബീച്ചാണ്. മുഴപ്പിലങ്ങാട് ബീച്ചാണ് ഏറ്റവും വലിയ ബീച്ച്. ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഏഷ്യയിലെ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ബീച്ചുകളിൽ നമുക്കറിയാം വാഹനങ്ങളൊന്നും കൊണ്ടുപോകാനോ അകത്തോട്ട് വണ്ടി ഓടിച്ചു പോകാനോ ഒന്നും സാധിക്കത്തില്ല. പക്ഷെ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്ന ഏഷ്യയിലെ തന്നെ ലോങ്സ്റ്റ് ബീച്ചാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത്. ഇനി കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. കേരളം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കോസ്റ്റൽ സ്ട്രെച്ച് ഉണ്ട്. ഫ്രം ഗുജറാത്ത് ടു വെസ്റ്റ് ബംഗാൾ വി ഹാവ് എ ഗ്രേറ്റ് കോസ്റ്റൽ സ്ട്രെച്ച്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള തീരപ്രദേശം എടുത്തു നോക്കുമ്പോൾ
ഗുജറാത്ത് മുതൽ ഇങ്ങ് കിഴക്ക് വെസ്റ്റ് ബംഗാൾ വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശ അതിർത്തി എന്ന് പറയുന്നത്. അതിൽ 10% കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ തീരപ്രദേശത്ത് കേരളത്തിന്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 10%, 10% അതിൽ ഉൾക്കൊള്ളുന്നത്. ഇന്ത്യയുടെ മൊത്ത തീരപ്രദേശത്തിൽ 10% കേരളത്തിലാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് കേരളത്തിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. നമ്മൾ നേരത്തെ കോസ്റ്റൽ ലെങ്ത് പറയുകയുണ്ടായി, ഓർക്കുന്നുണ്ടായിരിക്കും. 590 എന്ന് പറഞ്ഞു, ചിലപ്പോൾ 580 വരാം. എനിവേ 590 കിലോമീറ്റർ ഓർത്തിരിക്കുക. അത് കേരളത്തിന്റെ കോസ്റ്റൽ ലെങ്ത് ആണെങ്കിൽ നോർത്ത് സൗത്ത് ലെങ്ത് എന്ന് പറയുന്നത് അത് 560 കിലോമീറ്റർ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് കേരളത്തിന്റെ തീരപ്രദേശ ദൂരമാണ് 590 കിലോമീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ലെങ്ത് എന്ന് പറയുന്നത് 560 ആണ്. സംശയം വരാം, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കോസ്റ്റൽ ലൈൻ കുറച്ചുകൂടി ഇറഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ദൂരം കൂടുതലായി കാണപ്പെടും. മറിച്ച് നമ്മൾ നോർത്ത് സൗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ അത് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ മറ്റ് ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൃത്യമായി നമുക്ക് ആ ഒരു ലെങ്ത് ലഭിക്കുന്നു. ബട്ട് കമ്മിങ് ടു കോസ്റ്റ് ലൈൻ, അവിടെ കുറച്ചുകൂടി ഇറഗുലാരിറ്റീസ്, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ആലപ്പുഴ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാപ്പില് കുറച്ചുകൂടി ആ ഒരു കോസ്റ്റ് ലൈൻ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ലെങ്ത് കുറച്ച് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത് 590 കിലോമീറ്ററും നോർത്ത് സൗത്ത് ലെങ്ത് എന്ന് പറയുന്നത് 516 കിലോമീറ്റർ ആണ്. കൺഫ്യൂഷൻ വേണ്ട. നോർത്ത് സൗത്ത് ലെങ്ത് ഇറ്റ് ഈസ് 560 കിലോമീറ്റർ, ബട്ട് കോസ്റ്റ് ലൈൻ ലെങ്ത് 590 കിലോമീറ്റർ ആണ്. സോ ഇത്രയുമാണ് കേരളത്തിന്റെ നമ്മൾ പൊതുവായി ഒരു ജനറൽ കുറച്ച് ഫാക്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ചേർത്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.